നമസ്കാരം. സർക്കാർ മാറും എന്ന് തന്നെയാണ് ശക്തമായ ഒരു ബഹളം നിൽക്കുന്നത്. UDF വരാനാണ് സാധ്യത. UDF വന്നാൽ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് നടന്നാൽ അത് സ്കോഷ് ചെയ്യാനുള്ള സാധ്യത UDF വന്നാൽ കാണുന്നു. അല്ല, ഇനി UDFനെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന അങ്ങനെ ഉണ്ടല്ലോ, വരുന്ന ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, VVPമാർ വന്നാൽ അത് തുടർന്ന് പോകാൻ സാധ്യതയുണ്ട്. തൊഴിലുറപ്പിൽ സോഷ്യൽ ഓഡിറ്റിൽ ഇപ്പോൾ ഡയറക്ടർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്രമവിരുദ്ധമാണ്, ഇലക്ഷൻ്റെ ഇടയിൽ കൂടെ തിരികെക്കയറ്റൽ പരിപാടികളാണ്. അതും ഇപ്രാവശ്യം മാറ്റാൻ അടുത്ത ഗവൺമെൻറ് വന്നാലും മാറാൻ സാധ്യതയുണ്ട്. പിന്നെ സാക്ഷരതാ മിഷൻ, ഹരിത കേരള മിഷൻ, മിഷനുകൾ കുറേയുണ്ട്. ശുചിത്വ മിഷൻ, അതുപോലെ തന്നെ പിന്നെ കുടുംബശ്രീ, പിന്നെ തൊഴിലുറപ്പ്, ആശാ വർക്കേഴ്സ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കരാർ ജീവനക്കാരുണ്ട്. 100 കണക്കിന് കരാർ ജീവനക്കാരുണ്ട്. ആ കരാർ ജീവനക്കാരിൽ 1 വർഷമാണ് കരാർ അടിസ്ഥാനത്തിൽ ജോലി കൊടുത്തിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പിന്നെ പാർട്ട് ടൈം സൂപ്പർ കാണും, പാർട്ട് ടൈം സൂപ്പറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഡെയിലി വേജ് സൂപ്പർ കാണും, ഡെയിലി വേജസ് ഡ്രൈവർമാർ കാണും, ഇങ്ങനെ ഒരുപാട് സ്റ്റാഫ് കാണും, കുറേ ലക്ഷക്കണക്കിന് ആളുകൾ കാണും. എല്ലാം കൂടി ഈ സ്റ്റാഫിനെയൊക്കെ അവരുടെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് പോകും. സ്വാഭാവികമായിട്ട് അവരുടെ തൊഴിൽ നഷ്ടപ്പെടും. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അവരുടെ ആളുകളെ വയ്ക്കും. എല്ലാ കാലത്തും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഇപ്പോൾ വച്ചിരിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാലും PSC വഴിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയോ വന്നവരല്ല. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ എങ്ങനെ വയ്ക്കും? തീർച്ചയായിട്ടും വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരുപാട് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിലുറപ്പിൽ വലിയ ഒരു കൊഴിഞ്ഞു പോക്കാൻ സാധ്യതയുണ്ട്. കാരണം ഭരണമാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആളുകളെ, ഭരണകക്ഷിയിലുള്ള ആളുകളെ വയ്ക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാ കാലത്തും നടക്കുന്നതാണ്. ഭരണകക്ഷിയിലെ ആളുകൾ ഒരു 50% ഭരണകക്ഷിയിലെ ആളുകൾ വീണ്ടും വരും. ഇപ്പോൾ ഇരിക്കുന്ന പലരും പോകും. ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും, ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും, ജില്ലാ കമ്മിറ്റിയിൽ നിന്നും, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും കത്ത് വാങ്ങിയും കത്ത് വാങ്ങാതെയൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് വളരെ രസകരമായി അവർക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഇത് കൊടുക്കും. അപ്പോൾ ഇത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, അവരെ പിരിച്ചുവിടും. ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം വരാൻ സാധ്യതയുണ്ട്. എല്ലാ കാലത്തും നടക്കുന്നതാണ്. ഇതിനിടയിൽ സാക്ഷരതാ മിഷനിൽ കുറേ പേരെ സ്ഥിരപ്പെടുത്തിയെന്ന് പറയുന്നു. അങ്ങനെ ആ സ്ഥിരപ്പെടൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അതായത് കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ നടത്തിയ സ്ഥിരപ്പെടുത്തലുകളെല്ലാം UDF വന്നാൽ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നറിയില്ല. അതേസമയം പിരിച്ചുവിടുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിരിച്ചുവിടപ്പെടുന്നവർ കോടതി പോകും. പിന്നെ കോടതി കേസുമായിട്ട് കിടന്നടിക്കും. എന്താണ് സംഭവിക്കുകയെന്നറിയില്ല. എന്തായാലും ഈ വ്യാപകമായ ഈ പല പരിപാടികൾ ചെയ്യുന്നതിനെതിരെയും ഒക്കെ, അല്ലെങ്കിൽ ഈ തുടർന്നൊക്കെ പലർക്കും തുടർച്ചയായി കരാറൊക്കെ കൊടുക്കുന്നതിനെതിരെയൊക്കെ ശക്തമായ കത്തെഴുത്ത് പല യൂണിയനുകളും, യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ ആളുകളും, അതുപോലെ VD സതീശനുമൊക്കെ പല രൂപത്തിൽ സർക്കാരിനൊക്കെ കത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. എന്തായാലും കുറേ അധികം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. അത് പാർട്ടിക്കാർക്കായിരിക്കും നഷ്ടപ്പെടുക. പുതിയ പാർട്ടിക്കാർ വരികയും ചെയ്യും. പിന്നെ ക്ഷേമനിധി ബോർഡുകൾ, കർഷകത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അംഗനവാടി ക്ഷേമനിധി ബോർഡ്, പിന്നെ ആശാവർക്കർ ക്ഷേമനിധി ബോർഡില്ല, അതേസമയം മറ്റൊരുപാട് ക്ഷേമനിധി ബോർഡുകളുണ്ട്. തയ്യൽ തൊഴിലാളികൾ, അങ്ങനെ തുടങ്ങി സർക്കാരിൻ്റെ 100 കണക്കിന് ക്ഷേമനിധി ബോർഡുകളുണ്ട്. കള്ളുചെത്ത് തൊഴിലാളികളുടെ ഉണ്ട്, ഒരുപാടുണ്ട്. ആ ക്ഷേമനിധി ബോർഡുകളുടെ എല്ലാം ആളുകൾ മാറും. പിന്നെ ഒരുപാട് സ്ഥാപനം, ഇപ്പോൾ ജലനിധി പോലുള്ള സംവിധാനങ്ങൾ, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് നോൺ ഒഫീഷ്യൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും, പൊളിറ്റിക്കൽ ലീഡർമാരൊക്കെ, അവരെല്ലാം പോകും. അപ്പോൾ ഒരുപാട് പേരുടെ KTD, വനം വികസന കോർപ്പറേഷൻ, ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം പൊളിറ്റിക്കൽ നോമിനികളായി വന്നിരിക്കുന്നവരുടെ എല്ലാം കാലാവധി തീരുന്നതിനനുസരിച്ച് അവരെ മാറ്റുകയും അവിടെയെല്ലാം UDFൻ്റെ ആളുകൾ വരികയും ചെയ്യും. PSCയിൽ അങ്ങനെ സംഭവിക്കും, ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിക്കും. ഇനി പുതിയ ആളുകളായിരിക്കും ഓരോ സ്ഥലത്തും വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഭരണമാറ്റവും കുറച്ച് പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തും, കുറച്ച് പേർക്ക് പുതിയ തൊഴിൽ കിട്ടും. അത് ഭരണക്കാരുടെ അനുബന്ധിച്ചുള്ളവർക്കായിരിക്കും തൊഴിൽ കിട്ടുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്നവർ നേരത്തെ ഭരണപക്ഷമായിരുന്നപ്പോൾ കൊടുത്ത ജോലികളാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇവിടെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും വളരെ വലുതാണ്. തീർച്ചയായും ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടാനും ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ ഈ സർക്കാർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നിയമനങ്ങളും പുനരാലോചിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ചിലരൊക്കെ നിലനിൽക്കും, 2 ഗവൺമെൻറ്റിനെ പിടിക്കാൻ കഴിയുന്നവർ നിലനിൽക്കും, ചിലത് കോടതി വഴി നിലനിൽക്കും. എന്നാൽ കുറച്ച് പേർ പുറത്ത് പോവുക തന്നെ ചെയ്യും.